ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മലബാർ സ്പെഷ്യൽ ഇഫ്താർ സ്നാക്സ് ആയിട്ടുള്ള കിളിക്കൂടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു അപാര ടേസ്റ്റ് എന്ന് പറയാം. ഇഫ്താർ സ്നാക്സ് ആണ്, എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും. പിന്നെ വലിയ പണിയൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ഇതാ 2 ഞാൻ ചെറുത് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് 2, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, വേപ്പില, പിന്നെ മല്ലിച്ചപ്പും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചിക്കൻ 1/4 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ചിക്കൻ നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അതുപോലെ തന്നെ പൊട്ടാറ്റോ എടുത്തിട്ട് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുത്താണ് ഇട്ടത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇത് മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അധികമൊന്നും വേണ്ട, പച്ചമണം മാറുന്ന വരെ ഒന്നിട്ടെടുത്ത് പിന്നെ നമുക്ക് സവാള ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള നന്നായി സോഫ്റ്റ് ആവണ വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണേ. അപ്പോൾ അതിലേക്ക് സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സവാള ഒന്ന് സോഫ്റ്റ് ആയ ശേഷം പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള മസാലകളും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് ചൂടായ ശേഷം നമുക്ക് ബാക്കി പൊട്ടാറ്റോ ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് അതിലേക്ക് നന്നായി ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അതുപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ സേമിയ ഇതുപോലെ പൊടിച്ച് വെച്ചതാണ് കേട്ടോ, ഒരുപാട് പൊടിക്കണ്ട, ഇത് അതുപോലെ നുറുക്കിയെടുത്താൽ മതി. ഇനി അതിലേക്ക് 2 കോഴിമുട്ട കൂടി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫില്ലിങ്സിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി സോഫ്റ്റായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കൈവച്ചൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി മുട്ട വേണം കേട്ടോ, 1 മുട്ട കൂടി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ 1 മുട്ട ഇതുപോലെ ഉപ്പിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ അത്. അതിന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബോൾ പോലെ ആക്കിയിട്ട് പിന്നെ അതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ അതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിലേക്ക് ഒരു ചെറിയ പീസ് എഗ്ഗ് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അത് മൊത്തം ഒന്ന് മടക്കി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എഗ്ഗ് മൊത്തം മൂടുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്ത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ അതാ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇതൊന്ന് മുട്ടയിലേക്ക് മുക്കിയിട്ട് നന്നായി ഒന്ന് നനച്ച് കുതിർത്തിയെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് സേമിയയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ സേമിയയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്ത് അത് സേമിയൊക്കെ അതിൻ്റെ മേലെ പിടിക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ കിളിക്കൂട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയ മെനക്കെടൊന്നുമില്ല, നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതിൽ സേമിയ വേണം തന്നെ ഉള്ളൂ, ബാക്കി ഇത് സിമ്പിളാണ്. പിന്നെ സേമിയ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നു എന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് ഇതൊക്കെ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഒരു പീസ് മുട്ട കൂടി വെച്ച് കൊടുത്ത് അതൊന്ന് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മൊത്തം കവർ ചെയ്യണം, മുട്ടയുടെ ഒന്നും കാണാനത് പുറത്തേക്കൊന്നും വരരുത്, അതിൻ്റെ രീതിയിൽ വേണം അതൊന്ന് നന്നായി മടക്കി കൊടുത്തിട്ട് അതുപോലെ ഷേപ്പാക്കി എടുക്കാൻ. കൈവച്ച് ചെയ്താൽ തന്നെ പെട്ടെന്ന് നല്ലതും പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇതാർക്കും വലിയ മെനക്കെടൊന്നുമില്ല, എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന. പിന്നെ കഴിക്കാനുള്ള ടേസ്റ്റ് പിന്നെ പറയേണ്ട അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചിക്കനും എഗ്ഗും പിന്നെ മസാല ഒക്കെ കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ, പറയാനില്ലല്ലോ അതിൻ്റെ ടേസ്റ്റ്. അപ്പം നല്ല ടേസ്റ്റ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മെനക്കെടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള രണ്ടാമത്തൊന്നും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ അപ്പോൾ ഇതൊരു കൈ വെച്ചിട്ട് ചെയ്യാം, ഒരു കൈ വെച്ചിട്ട് എഗ്ഗിൽ മുക്കുക, ഒരു കൈ വെച്ചിട്ട് സേമിയയിൽ മുക്കുക, അങ്ങനെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സേമിയ എഗ്ഗിൻ്റെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സേമിയ ആകെ കുതിർന്ന് പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കിളിക്കൂടെ എല്ലാം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളെ കിളിക്കൂടെ അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറ്റേ സൈഡും കൂടി മറിച്ചിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കിളിക്കൂടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് വറുത്ത് കോരിയെടുക്കാം.
ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ.